الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സുവിശ്വാസികൾ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ പ്രശസ്തമായ അദ്ദുറൂസുൽ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ എന്ന കിതാബ് കഴിഞ്ഞ ദർസിൽ നാം ആരംഭിച്ചിരുന്നു. അതിന്റെ ആമുഖവും ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ ചെറിയ രീതിയിലുള്ള ചരിത്രവും അതുപോലെ തന്നെ ഈ കിതാബിൽ ഒന്നാമത്തെ ദർസായി കൊടുത്തിട്ടുള്ള വിഷയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ വഖിസാർ സൂറ, ചെറിയ സൂറത്തുകളും അവ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യാനും അതുപോലെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അത് ഹിഫ്ളാക്കുകയും ചെയ്യണമെന്നാണ് ഇബ്നു ബാസ് റഹിമഹുള്ള ആദ്യത്തെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ വിശദീകരണം എന്നോണം സൂറത്തുൽ ഫാത്തിഹയുടെ ഫദ്ലുകൾ, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ എന്നിവയാണ് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണം, അതിന്റെ തഫ്സീറാണ് ഇന്നത്തെ ദർസിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകൾ, അതിൽ അധിക പണ്ഡിതന്മാരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ആയത്തല്ല, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നുള്ളതാണ് 7ാമത്തെ ആയത്ത് എന്ന് പറഞ്ഞതായിട്ടും നമ്മൾ പറഞ്ഞു. ചിലർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തായിട്ടും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ആയത്ത് എന്നോണം, അല്ലെങ്കിൽ ആദ്യത്തെ ബസ്മല, അതിന്റെയും അതിനെ തുടർന്നിട്ടുള്ള ആയത്തുകളെയും വിശദീകരണമാണ് നാം പറയുന്നത്. വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഓർമ്മയിൽ എളുപ്പത്തിൽ വെക്കാവുന്ന തരത്തിലാണ് പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ആവശ്യമായവ എഴുതി വെക്കണം എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് പറയുന്ന പേരാണ് അൽ ബസ്മല എന്ന് പറയും. അൽ ബസ്മല എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇതിന് നമ്മൾ പറയുക. ഖുർആനിൽ സൂറത്തു തൗബ ഒഴികെ ബാക്കി എല്ലാ സൂറത്തിന്റെയും ആദ്യത്തിൽ ബസ്മല നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തു തൗബ അല്ലെങ്കിൽ ബറാഅ എന്നറിയപ്പെടുന്ന സൂറത്തിൽ ബസ്മല നമ്മൾ പാരായണം ചെയ്യാതിരിക്കാനുള്ള കാരണം, സ്വഹാബികൾക്കിടയിൽ അത് മുമ്പുള്ള സൂറത്തുൽ അൻഫാലിന്റെ തന്നെ തുടർച്ചയാണോ അതല്ല വേറൊരു സൂറത്താണോ എന്നുള്ള ഒരു ശക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ സൂറത്തുൽ അൻഫാലിന്റെ തന്നെ ബാക്കിയാണ് സൂറത്ത് തൗബ എന്ന് സ്വഹാബാക്കൾക്കിടയിൽ ഒരു ശക്ക് ഉണ്ടായതിന്റെ പേരിലാണ് അത് ബസ്മല ഇല്ലാതെ തുടർന്ന് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ബിസ്മില്ല എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിന് നമ്മൾ തസ്മിയ എന്നും പറയും. തസ്മിയ എന്നും പറയും. വളരെയധികം ശ്രേഷ്ഠതയുള്ള, വളരെയധികം അർത്ഥവത്തായിട്ടുള്ള തൗഹീദിന്റെ 3 ഭാഗങ്ങളെയും വളരെ വ്യക്തമായി അറിയിക്കുന്ന ഒരു വാക്കാണ്, ഒരു വാചകമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അതിനെ നമ്മൾ 3 തിരിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ 3 തിരിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ബിസ്മി എന്നുള്ള ഭാഗം, രണ്ടാമത്തേത് അല്ലാഹ് എന്നുള്ളത്, ബിസ്മില്ലാഹി എന്നതിലെ അല്ലാഹ് എന്നുള്ളത്, മൂന്നാമത്തേത് അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത്. ചില പണ്ഡിതന്മാർ ബസ്മലയുടെ വിശദീകരണം തന്നെ കിതാബുകളായിട്ട് എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ബിസ്മി ഒന്നാമത്തെ ഭാഗം, ശരിക്കത് അറബിയിൽ ബി ഇസ്മി എന്നാണ് ആ വാക്ക്. ബി ഇസ്മി, ബാ കഴിഞ്ഞ്
അലിഫ് ഇട്ട് പിന്നെ സീനും മീമും എഴുതുന്ന രീതിയിലാണ് എഴുതേണ്ടത് യഥാർത്ഥ രൂപത്തിൽ ബിസ്മി എന്നുള്ളത്. പക്ഷെ ഖുർആനിൽ നമുക്ക് കാണാം അത് ചേർത്തിട്ടാണ് എഴുതുക. ബായി കഴിഞ്ഞ അലിഫിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, ചേർത്തിട്ടാണ് എഴുതുക. ഭാഷയുടെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലെങ്കിൽ ബിസ്മില്ല എന്ന് എഴുതുമ്പോൾ ബായിന്റെ തുടക്കത്തിലുള്ള വര ഉണ്ടല്ലോ, ബായിന്റെ തുടക്കം, ആ വര കുറച്ച് ഉയർത്തിയിട്ട് വേണം എഴുതാൻ. കുറച്ച് ഉയർത്തി നമ്മൾ ഖുർആനിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാധാരണ ബാ എഴുതുമ്പോൾ താഴത്ത് തുടങ്ങുന്ന പോലെ അല്ല ബിസ്മില്ല എന്ന് എഴുതുമ്പോൾ തുടങ്ങുക. ബായിന്റെ ആ ആദ്യത്തെ വര കുറച്ച് പൊത്തിച്ചിട്ടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ബിസ്മി എന്നുള്ള അലിഫിനെ ഒഴിവാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. എന്തിനാണ് അലിഫിനെ ഒഴിവാക്കിയിട്ടുള്ളത്? അറബിയിൽ പൊതുവായിട്ടുള്ള, അറബികൾ പൊതുവായി ചെയ്യാറുള്ള അറബി ഭാഷയിലെ പൊതുവായ രീതിയാണ് കെസ്റത്തുൽ ഇസ്തിഅമാൽ, ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ അതിന്റെ എഴുത്തും ചിലപ്പോൾ പറച്ചിലുമെല്ലാം എളുപ്പമാക്കി കളയും. അത് എളുപ്പത്തിൽ പറയാനുള്ള രീതിയിലാക്കി മാറ്റിക്കളയും. ഉദാഹരണത്തിന് ഖൈറ് ഷർറ് എന്നുള്ളത് അതിന്റെ യഥാർത്ഥ രൂപം അഖിയർ അഷറ് എന്നുള്ളതാണ്. പക്ഷെ കൂടുതൽ പറയുന്നത് കൊണ്ട് അത് ചുരുക്കി ഖൈറ് ഷർറ് എന്നുള്ള രൂപത്തിൽ പറയാൻ ഒന്നുകൂടി എളുപ്പത്തിലാക്കും. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് എളുപ്പത്തിലാക്കുന്നത്. അപ്പൊ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ അബ ബിസ്മി എന്നുള്ളത്. ഇനി ഇസ്മ എന്നുള്ളത് നാമം, അതിനുശേഷമാണ് അള്ളാഹ് എന്ന് വരുന്നത്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് അഥവാ ഇസ്തിആന, ആ ബാഇനെ പറയുന്ന പേരാണ് ഇസ്തിആനത്തിന്റെ ബ എന്ന് പറയുന്നത്. അഥവാ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്തഈനൻ ബില്ലാഹ്, ഞാൻ തുടങ്ങുന്നു, ഞാൻ പാരായണം ചെയ്യുന്നത് ആരംഭിക്കുന്നു, മുസ്തഈനൻ ബില്ലാഹ്, അള്ളാഹുവിന് സഹായം തേടുന്നവനായിക്കൊണ്ട്. ഞാൻ തുടങ്ങുന്നു അള്ളാഹുവിന് സഹായം തേടുന്നവനായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുള്ള ഫിഅലിയായിട്ടുള്ളത് സുന്നത്താണ്. ചില ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അത് വഴീഫാണ്. കാരണം ഏത് കാര്യവും എഴുതുന്നത് ബിസ്മില്ല കൊണ്ട്, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ അത് മുറിഞ്ഞു പോകുന്നതാണ് എന്നുള്ള ഹദീസുകൾ അത് ദുർബലമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കത്തെഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എഴുതുന്ന സമയത്ത് ആരംഭിക്കാറുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിക്കൊണ്ടാണ്. എഴുതുന്ന സമയത്ത് പറയുമ്പോൾ ഹംദ് കൊണ്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങാറുള്ളത്. അപ്പൊ എന്തിനുകൊണ്ടാണ് തുടങ്ങുന്നത്? അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം അബ്ദഉ ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ഞാനിത് ആരംഭിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ബിസ്മി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട്, ബിസ്മില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക അള്ളാഹുവിനോട് സഹായം തേടുന്നു എന്നുള്ളതാണ്. ഇത് അറിയിക്കുന്നത് തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗമായ റുബൂബിയത്തിനെയാണ്. തൗഹീദ് എത്ര ഭാഗത്തിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? എത്ര തരത്തിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്? 3 തരത്തിലാണ്. തൗഹീദ് 3 തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് അൽ റുബൂബിയ്യ, രണ്ടാമത്തേത് അൽ ഉലൂഹിയ്യ, മൂന്നാമത്തേത് അൽ അസ്മാ വസ്സിഫാത്ത്. ഒന്നാമത്തേത് റുബൂബിയത്ത്, സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും ഉപജീവനം നൽകുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം അള്ളാഹുവാണ്. അഥവാ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്നത്. ഇനി ഉലൂഹിയ എന്ന് പറഞ്ഞാലോ, നാം അങ്ങോട്ട് ചെയ്യുന്ന ഇബാദത്തുകൾ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഇബാദത്തുകളാണോ നമ്മൾ ചെയ്യുന്നത്, ആ ഇബാദത്തുകൾ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഉലൂഹിയത്ത്. മൂന്നാമത്തേത് അസ്മാ വ സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കുന്ന, അത് അംഗീകരിക്കുന്ന, അതിന്റെ ഉദ്ദേശമനുസരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് അസ്മാ വ സിഫാത്ത്. ഇതിൽ ബിസ്മി എന്നുള്ള വാക്ക് അള്ളാഹുവിനോട് സഹായം തേടുന്നതാണ്. അപ്പൊ സഹായം ചെയ്യുന്നത് ആരാണ്? സഹായം ചെയ്യുന്നത് അള്ളാഹുവാണ്. പ്രവർത്തിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഏത് കാര്യത്തിൽ അള്ളാഹു പ്രവർത്തിക്കുന്നുവോ ആ പ്രവൃത്തിയുടെ ഗുണം അടിമകൾക്ക് ലഭിക്കുന്നുവോ, അതായത് പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ്, അതിന്റെ ഗുണം ലഭിക്കുന്നത് അടിമകൾക്കാണ്, അങ്ങനെയുള്ള ഒരു കാര്യം വന്നാൽ അത് റുബൂബിയത്തായിരിക്കും. പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് റുബൂബിയത്ത് ഏതാണ് ഉലൂഹിയത്ത് ഏതാണ് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രശ്നം. എങ്ങനെയാണ് റുബൂബിയത്തും ഉലൂഹിയത്തും വേർതിരിച്ച് മനസ്സിലാക്കുക? അതിന് എളുപ്പത്തിലുള്ള ഒരു വഴിയാണത്. എളുപ്പത്തിലുള്ള വഴി എന്താണ്? അള്ളാഹുവാണ് പ്രവർത്തിക്കുന്നത്,
അതിന്റെ നേട്ടം ലഭിക്കുന്നത് അടിമകൾക്കാണെങ്കിൽ അത് റുബൂബിയത്തിന്റെ ഇനത്തിൽപ്പെട്ടതായിരിക്കും. അതാണ് സഹായത്തേട്ടം എന്ന് പറയുന്നത്. പലപ്പോഴും ഇപ്പോ ദുആ സഹായത്തേട്ടം അല്ലെങ്കിൽ നിസ്കാരം, ദുആയും സഹായത്തേട്ടവും വന്നു. ഇത് രണ്ടും നമുക്ക് തോന്നുന്നത് എന്താണ്? രണ്ടും ഉലൂഹിയത്തിൽ പെട്ടതല്ലേ? സഹായം ചോദിക്കുന്നു, ദുആ ചെയ്യുന്നു, രണ്ടും അങ്ങനെ തന്നെയല്ലേ? പക്ഷെ അങ്ങനെയല്ല. സഹായത്തേട്ടം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. ഒരു കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ അവ എല്ലാ കാര്യത്തിനും അള്ളാഹുവിന്റെ സഹായം ലഭിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവ പ്രവർത്തിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. നൽകുന്നവൻ അള്ളാഹുവാണ്, കിട്ടുന്നത് അടിമയാണ്. അപ്പൊ ഇസ്തിആന എന്നുള്ളത് റുബൂബിയത്തിന്റെ ഇനത്തിൽപ്പെടുന്ന അതിന്റെ ഭാഗത്തിൽ പ്രധാനപ്പെട്ടത് റുബൂബിയത്തിന്റെ ഭാഗമാണ്. എന്നാൽ ദുആ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന, നമ്മൾ ചെയ്യുകയും അതിന്റെ അള്ളാഹുവിലേക്ക് എത്തുകയും ചെയ്യുന്ന കാര്യമാണ്. അത് ഉലൂഹിയത്തിൽപ്പെട്ട കാര്യമാണ്. ഇത് രണ്ടും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. പക്ഷെ ഈ രീതിയിൽ ഇങ്ങനെ വേർതിരിക്കാൻ സാധിക്കും. അപ്പൊ ബിസ്മില്ല എന്നുള്ളതിൽ ആദ്യത്തെ ബിസ്മി എന്ന് തുടങ്ങുന്നത് അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് അറിയിക്കുന്നത് റുബൂബിയത്തിനെയാണ്. രണ്ടാമത്തെ ഭാഗം അള്ളാഹ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം അള്ളാഹ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം, അഥവാ ബിസ്മില്ലാഹി എന്നുള്ളത്. അറബി ഭാഷയിൽ അള്ളാഹ് എന്നുള്ള നാമത്തിന് നമ്മൾ എന്താണ് പറയുക? അള്ളാഹ് എന്നുള്ള നാമത്തിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് ആ പേര്? ഇസ്മുൽ ജലാല. ഇസ്മുൽ ജലാല എന്നാണ് അള്ളാഹ് എന്നുള്ള വാക്കിന് പറയുക. അറബി ഭാഷയിൽ അള്ളാഹ് എന്നുള്ള വാക്ക് അഅറഫുൽ മആരിഫ, ഏറ്റവും അറിയപ്പെടുന്ന, എല്ലാവർക്കും അധികം ആളുകൾക്കും മനസ്സിലാകുന്ന വാക്കാണ് ഈ അള്ളാഹ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹ് എന്നുള്ള നാമത്തിലേക്ക് ചേർത്തി എന്തെങ്കിലും പറയുമ്പോൾ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള എന്തെല്ലാം നാമങ്ങളുണ്ടോ അതെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അള്ളാഹ് എന്നുള്ള നാമത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മുമ്പ് അസ്മാഉൽ ഹുസ്നയിലെല്ലാം അള്ളാഹ് എന്നുള്ള നാമം വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയുകയാണ്, എല്ലാവിധ ഇബാദത്തും എല്ലാവിധ ഉലൂഹിയത്തിനും അർഹനായിട്ടുള്ളവൻ അൽ ഇലാഹ് എന്നതാണ് അള്ളാഹ് എന്നുള്ള നാമത്തെ അറിയിക്കുന്നത്. അള്ളാഹ് എന്നുള്ള നാമം അൽ ഇലാഹ് എന്നതിനെ അറിയിക്കുന്നതാണ്. ഇനി ഇത് പൂർണ്ണമായ ഉലൂഹിയത്തിനെയും അള്ളാഹുവിന്റെ പൂർണ്ണതയെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹുവിന്റെ ഉന്നതിയെയും എല്ലാറ്റിനെയും അറിയിക്കുന്ന വാക്കാണ് അള്ളാഹ് എന്നുള്ള നാമം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം കൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യം ലാ യദുറുഹു, ഒന്നും ദോഷം ചെയ്യുകയില്ല. നമുക്കറിയാം, രാവിലെ ചൊല്ലുന്ന ദുആ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഅ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യം അത് വേറെ ഒന്നും തന്നെ അതിന് ഒരു ദോഷവും വരുത്തുകയില്ല എന്ന് രാവിലെയുള്ള അധികാരികളിൽ വൈകുന്നേരത്തെ അധികാരിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹ് എന്നുള്ള നാമം ഉലൂഹിയത്തിനെ അറിയിക്കുന്നതാണ്. അപ്പൊ ബിസ്മി എന്നുള്ളത് റുബൂബിയത്തിനെ അറിയിക്കുന്നു, അള്ളാഹ് എന്നുള്ളത് ഉലൂഹിയത്തിനെ അറിയിക്കുന്നു. ഇനി അടുത്തതാണ് അർ റഹ്മാൻ അർ റഹീം എന്നുള്ള നാമം. രണ്ട് നാമങ്ങളാണ് അള്ളാഹുവിന്റെ. അള്ളാഹുവിന്റെ നാമങ്ങളിലെല്ലാം ഒരു വിശേഷണം ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അർ റഹ്മാൻ അർ റഹീം എന്നുള്ള അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണമാണ് അർ റഹ്മ, കാരുണ്യം എന്നുള്ളത്. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ കാരുണ്യമുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം ചൊരിയുന്നവൻ എന്നെല്ലാം അതിനർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ കൂടുതൽ വിശദീകരണം ഫാത്തിഹയുടെ മറ്റേ ആയത്തിൽ നമ്മൾ പറയും. ഇവിടെ അർ റഹ്മാൻ അർ റഹീം എന്നതിനെ അറിയിക്കുന്നത് അസ്മാഉ വസിഫാത്തിലുള്ള തൗഹീദിനെയാണ്. അസ്മാഉ വസിഫാത്തിലുള്ള തൗഹീദ്, അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ തൗഹീദിനെയും അറിയിക്കുന്നു. കാരണം മക്കയിലെ മുശ്രിക്കീങ്ങൾ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന്റെ മറ്റു പല നാമങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അവർ എതിർത്ത നാമങ്ങൾ എന്ന് പറയുന്നത് റഹ്മാൻ അർ റഹീം എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധ്യ എഴുതുന്ന സമയത്ത് അന്ന് മുശ്രിക്കായിരുന്ന സുഹൈൽ വന്നിട്ടുണ്ട്. അപ്പോ എഴുതുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും എഴുതുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാറുണ്ട്. ഈ സമയത്താണ് മുശ്രിക്കുകളിൽപ്പെട്ടവർ പറഞ്ഞത്, ആരാണ് റഹ്മാൻ റഹീം ആയത്? അമർ റഹ്മാൻ, ആരാണ് ഈ റഹ്മാൻ? ഞങ്ങൾക്കറിയില്ല. അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുമായിട്ട് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോളൂ, അള്ളാഹിനെ അവർക്കറിയാം.
ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് എഴുതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണ്ട എന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു, അങ്ങനെ എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോ അർ-റഹ്മാൻ റഹീം എന്നുള്ളത് അസ്മാഉ സിഫാത്തിനെയും അറിയിക്കുന്നു. അപ്പൊ ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് തൗഹീദിനെ അറിയിക്കുന്ന വാക്കാണ്. ബിസ്മി എന്നുള്ളത് റുബൂബിയത്തിനെയും അല്ലാഹ് എന്നുള്ളത് ഉലൂഹിയത്തിനെയും അർ-റഹ്മാൻ റഹീം എന്നുള്ളത് അസ്മാഉ വസിഫാത്തിനെയും അറിയിക്കുന്നതാണ്. വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഫാത്തിഹയിലെ തുടക്കമായിക്കൊണ്ട് ആദ്യത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ് അൽഹംദ് എന്ന് പറഞ്ഞാൽ? അൽഹംദ്, ഹംദ് എന്നത് മലയാളത്തിൽ നമ്മൾ പറയുന്ന അർത്ഥമാണ് എന്ത്? സ്തുതി എന്നുള്ളത്. അറബിയിൽ അതിന്റെ അർത്ഥം ഹുവ സനാഉ അലല്ലാഹി മഅൽ ഹുബ്ബി ലഹു, അള്ളാഹുവിനെ പുകഴ്ത്തലാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടൊപ്പം. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടൊപ്പം അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനാണ് അൽഹംദ് എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇഷ്ടമില്ലാതെ പുകഴ്ത്തുന്നതിന് നമ്മൾ എന്ത് പറയും? മദ്ഹ് എന്നാണ് അതിന് പറയുക. ഒരാളോട് ഇഷ്ടമില്ലാതെ ഒരാളെ പുകഴ്ത്തി പറയുന്നതിന് മദ്ഹ് എന്ന് പറയും. എന്നാൽ ഇഷ്ടത്തോടു കൂടി തനാവ് ചെയ്യുന്നതിനെ, പുകഴ്ത്തുന്നതിനെയും വാഴ്ത്തുന്നതിനെയുമാണ് അൽഹംദ് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മഹത്തായ നാമഗുണങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനുള്ള വാക്കാണ് അൽഹംദ് എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ ധരിച്ചിട്ടുള്ളത് ഹംദും ശുക്റും തമ്മിലെ വ്യത്യാസം പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. എന്താണ് ഹംദും ശുക്റും തമ്മിലെ വ്യത്യാസം? ഉലമാക്കൾ പറഞ്ഞു, ചില നമ്മൾ അത് ഒന്നാണെന്ന് പറഞ്ഞാൽ കാണാം, പക്ഷെ വ്യത്യാസമുണ്ട്. ഹംദ് ശുക്ർ എന്ന് പറഞ്ഞാൽ, ഹംദ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മാത്രമുള്ള കാര്യമാണ്. നാവ് കൊണ്ട് മാത്രമുള്ള കാര്യമാണ്. അത് നിഅമത്ത് ലഭിച്ചാലും അതല്ലാത്തപ്പോഴും എല്ലാം പറയേണ്ട വാക്കാണ്. ഒരുത്തൻ എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചു, അൽഹംദുലില്ലാഹ് പറയണം. എന്തെങ്കിലും ഒരു അനുഗ്രഹം നീങ്ങിപ്പോയി, അപ്പോഴും അവൻ പറയേണ്ട ആദ്യത്തെ വാക്ക് എന്താണ്? അൽഹംദുലില്ലാഹ് എന്നുള്ളതാണ്. ശുക്ർ എന്ന് പറഞ്ഞാലോ, ശുക്ർ നിഅമത്തുമായി ബന്ധപ്പെട്ടതാണ്. എന്തെങ്കിലും നിഅമത്ത് ലഭിക്കുമ്പോഴാണ് ശുക്ർ ഉണ്ടാവുക. ശുക്ർ നാവ് കൊണ്ടും കൽബ് കൊണ്ടും അതുപോലെ അവയവങ്ങൾ കൊണ്ടും ശുക്ർ ഉണ്ടായിരിക്കണം. ശുക്ർ 3 തരത്തിലുണ്ടാവും. ഹംദ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പോ ആ ഹംദ് എന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ ഹംദും, എല്ലാ സ്തുതിയും, എല്ലാ ഇഷ്ടത്തോടു കൂടിയുള്ള പുകഴ്ത്തലും അള്ളാഹുവിനാണ്. എന്നിട്ട് പറഞ്ഞു റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, ആലമീങ്ങളുടെ അഥവാ ഹും മൻ സിവല്ലാഹ്. ആലമൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹു ഒഴികെയുള്ള എല്ലാം എന്താണ്? ആലമാണ്. അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ, മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യന്മാർ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, ജന്തുജീവജാലങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, കടല്, ഗ്രഹങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആലമാണ്. അള്ളാഹു മാത്രമേ അത് ഒഴിവാകുള്ളൂ. അപ്പൊ അതിന്റെ എല്ലാം റബ്ബായവനാണ് അള്ളാഹു. ലില്ലാ എന്നുള്ള അള്ളാഹുവിന്റെ സിഫത്തായിക്കൊണ്ട്, വിശേഷണമായിക്കൊണ്ട് പറയാണ് റബ്ബിൽ ആലമീൻ. അവരുടെ എല്ലാം റബ്ബാണ് അള്ളാഹു തആല. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ആണ് റബ്ബ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? റബ്ബ് എന്ന് പറഞ്ഞാൽ 3 വിശേഷണങ്ങൾ ഉള്ള ആളാണ് റബ്ബ് എന്ന് പറയുന്നത്. 3 വിശേഷണങ്ങൾ ആരിലാണ് ഉണ്ടാകുന്നത് അവനാണ് റബ്ബ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഖാലിഖായിരിക്കണം. ഖൽഖ്, സൃഷ്ടിപ്പ് എന്നുള്ള വിശേഷണം ഉണ്ടായിരിക്കണം. ഖാലിഖായിരിക്കണം. രണ്ടാമത്തേത് മാലിക്കായിരിക്കണം, അധികാരിയായിരിക്കണം. എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായിരിക്കണം, എല്ലാത്തിന്റെയും അധികാരമുള്ളവനായിരിക്കണം. മൂന്നാമത്തേത് മുദബ്ബിർ ആയിരിക്കണം, എല്ലാത്തിന്റെയും നിയന്ത്രണമുള്ളവനായിരിക്കണം. എല്ലാത്തിന്റെയും ഉപജീവനവും ഭക്ഷണവും ജീവിതവും മരണവും എല്ലാം നിയന്ത്രിക്കുന്നവനായിരിക്കണം. ഈ 3 വിശേഷണങ്ങൾ ആർക്കാണോ ഉള്ളത് അവനാണ് റബ്ബ് എന്ന് പറയുന്നത്. റബ്ബായവൻ ഈ 3 വിശേഷണമുള്ളവനാണ്. അപ്പൊ ഈ ആലം, അള്ളാഹുവിന് പുറമേയുള്ള മറ്റെല്ലാത്തിന്റെയും സൃഷ്ടാവും നിയന്താവും അധികാരിയുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതിയും. അതാണ് ഒന്നാമതായി നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. ഇനി ചോദിക്കട്ടെ, ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൽ അള്ളാഹുമായിട്ടുണ്ടായിരിക്കേണ്ട ബന്ധം എന്താണ്? നമ്മുടെ ഖൽബിൽ അള്ളാഹുവിനോട് തോന്നേണ്ട വികാരം എന്താണ്? നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്.
അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൽ നിറയേണ്ടത്. അതായത് ഖൽബിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന 3 കാര്യങ്ങളാണുള്ളത്. ഖൽബ് കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അർക്കാനുൽ ഇബാദ, ഇബാദത്തിന്റെ അർക്കാനുകൾ 3 കാര്യങ്ങളാണ്. ഒന്ന് അൽ ഹബ്ബ്, ഇഷ്ടമാണ്, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. 2 അൽ ഖൗഫാണ്, അള്ളാഹുവിനോടുള്ള ഭയമാണ്. 3 അർ റജാ ആണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രതീക്ഷയാണ്, അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ് മൂന്നാമത്തേതുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഖൽബിനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ 3. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹുബ്ബ് എന്നുള്ളത്. റജാവും ഖൗഫും വേണം, പക്ഷെ ഹുബ്ബ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള കാരണം എന്താണ്? റജാ ഖൗഫ് എന്നുള്ളത് ഈ ദുനിയാവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഹുബ്ബ് എന്നുള്ളതോ സ്വർഗത്തിലെത്തിയാലും നിലനിൽക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹുവിനുള്ള പ്രതീക്ഷയും എന്താണ്? ദുനിയാവിലുണ്ടാവും, പക്ഷെ സ്വർഗത്തിൽ അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു തആല ശിക്ഷയെ കുറിച്ചുള്ള ഭയം, ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റി ശ്രമിക്കുക. സ്വർഗത്തിലെത്തിയാൽ അതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിനുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വർഗമാണ്, അത് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷെ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ദുനിയാവിലും സ്വർഗത്തിലും ഒരുപോലെ നിലനിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇബാദത്തിന്റെ അടിസ്ഥാനമായിട്ട് ഹുബ്ബിനെ എണ്ണിയത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തെ എണ്ണി പറഞ്ഞത്. ഒരു ഉപമ സലഫുകൾ പറയാറുണ്ട് ഈ 3 അർക്കാനുകൾക്ക്. ഒരു പക്ഷിയുടെ ഉപമ, പക്ഷിയുടെ 2 ചിറകുകൾ, ഖൗഫ് ഒരു ചിറകാണ്, അതുപോലെ തന്നെ റജാ മറ്റൊരു ചിറകാണ്. അതിൽ ഹുബ്ബ് എന്നുള്ളത് ആ പക്ഷിയുടെ ശരീരം പോലെയാണ്. ഖൗഫും റജാവും ഒരുപോലെ ഉയരുമ്പോൾ ആ ശരീരം ഹുബ്ബ് വളർന്നു വരുന്നതാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഖൽബിൽ ഉണ്ടായിരിക്കേണ്ട വികാരം അള്ളാഹുവിനോടുള്ള ഹുബ്ബായിരിക്കണം. നിസ്കാരത്തിലും മറ്റും പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നമുക്ക് നിറഞ്ഞിരിക്കണം. അടുത്ത ആയത്ത് അർ റഹ്മാനിർ റഹീം, അർ റഹ്മാനി അർ റഹീം. റഹ്മാൻ എന്നുള്ളതും റഹീം എന്നുള്ളതും നാം പറഞ്ഞു തുടക്കത്തിൽ. റഹ്മത്ത് എന്നുള്ളതാണ് ഈ 2 നാമങ്ങളിലുമുള്ള വിശേഷണം, അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അർത്ഥത്തിൽ എന്താണ് വ്യത്യാസം എന്നാണ് പറയുന്നത്. 2 രീതിയിൽ ഈ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഈ ഓരോ നാമത്തിനും 2 അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒരർത്ഥം റഹ്മാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കാരുണ്യമുള്ളവൻ, കാരുണ്യത്തിന്റെ വിശാലതയുള്ളവൻ. അള്ളാഹുവിന്റെ കാരുണ്യത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെയില്ല. അത്ര വലിയ രീതിയിൽ അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. റഹ്മാൻ എന്നുള്ളതിന്റെ ഒരർത്ഥമാണ്. റഹ്മാൻ എന്നുള്ളതിന്റെ 2ാമത്തെ അർത്ഥം ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും മുസ്ലിമിനും കാഫിറിനും എല്ലാവരോടും കാരുണ്യം ചൊരിയുന്നവൻ. ഈ 2 അർത്ഥങ്ങൾ അർ റഹ്മാൻ എന്നുള്ള നാമത്തിന് പറയും. ഒന്ന് വിശാലമായ കാരുണ്യമുള്ളവൻ, 2 ദുനിയാവിൽ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവൻ. ഇനി അർ റഹീം എന്ന് പറഞ്ഞാൽ, അർ റഹീം എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കാരുണ്യം ചൊരിയുന്നവൻ, കാരുണ്യമുള്ളവൻ എന്നുള്ളത് റഹ്മാനിന്റെ അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം ചൊരിയുന്നവൻ, നൽകുന്നവൻ എന്നുള്ള അർത്ഥം. കാരുണ്യം ഉണ്ടായവൻ എന്നുള്ള മാത്രമല്ല, റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ എന്നുള്ളതാണ്. റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം നൽകുന്നവൻ, കാരുണ്യം നൽകുന്നവൻ. 2ാമത്തെ അർത്ഥം നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാരുണ്യം ചൊരിയുന്നവൻ. നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായിട്ട് കാരുണ്യം ചൊരിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി കാരുണ്യം ചൊരിയുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അർ റഹീം എന്നുള്ള പദത്തെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അർ റഹ്മാൻ അർ റഹീം എന്നുള്ളതിന്റെ 2 അർത്ഥമാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, അർ റഹ്മാൻ അർ റഹീം. അപ്പൊ ഇത് രണ്ടും അറിയിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിനെയാണ്. ഇനി ചോദിക്കട്ടെ, 3 ഇബാദത്തിന്റെ അർക്കാനുകൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് ഹുബ്ബാണെന്ന് പറഞ്ഞു. അർ റഹ്മാൻ അർ റഹീം എന്നുള്ള നാമത്തിലുള്ള ഇബാദത്തിന്റെ ഖൽബിനെ അള്ളാഹുവിലേക്ക് ചലിപ്പിക്കുന്ന ഏത് കാര്യമാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? ഖൗഫാണോ റജാ ആണോ? ഉറപ്പാണ്. എന്താണ്? റജാ ആണ്, അള്ളാഹുവിന്റെ പ്രതീക്ഷയാണ്.
നമ്മൾ പാപം ചെയ്തു പോയാൽ അള്ളാഹു പുറത്തുവരുമെന്നുള്ള പ്രതീക്ഷ, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു നഷ്ടപ്പെടുത്തില്ല, അള്ളാഹു സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, അള്ളാഹു നമ്മെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ, അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള പ്രതീക്ഷ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറയണം. അർ-റഹ്മാൻ റഹീം എന്ന് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള പ്രതീക്ഷ നമ്മുടെ ഖൽബിൽ നിറയണം. ഇനി അടുത്തത് മൂന്നാമത്തേത് മാലികി യൗമിദ്ദീൻ. മാലികി യൗമിദ്ദീൻ, അന്ത്യനാളിന്റെ ഉടമസ്ഥനായവൻ. അദ്ദീൻ എന്നുള്ള പദത്തിന് അൽ ജസാ അല്ലെങ്കിൽ അൽ ഹിസാബ് രണ്ടർത്ഥമുണ്ട്. അദ്ദീൻ എന്നുള്ളതിന് അൽ ജസാ പ്രതിഫലം നൽകുന്നത്, അൽ ഹിസാബ് വിചാരണ എന്നെല്ലാം അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം അൽ ഹിസാബ് എന്നുള്ളതാണ്. അൽ ഹിസാബ് വിചാരണ ചെയ്ത് അതിനനുസൃതമായി കണക്ക് നോക്കി പ്രതിഫലം നൽകുന്നവൻ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ നമ്മൾ ഒരു നാമം പറഞ്ഞിട്ടുണ്ട്, അദ്ദയ്യാൻ എന്നുള്ളത്. അദ്ദയ്യാൻ അള്ളാഹുവിന്റെ നാമത്തിൽപ്പെട്ടൊരു നാമമാണ്. എന്താണ് അതിന്റെ അർത്ഥം? ദയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ കൃത്യമായി കണക്ക് നോക്കി പ്രതിഫലം നൽകുന്നവൻ, അവനാണ് ദയ്യാൻ എന്ന് പറയുന്നത്. ഏതൊരു കർമ്മം ചെയ്താലും കൃത്യമായി അതിന് പ്രതിഫലം തിരിച്ചു നൽകുന്നവനാണ് ദയ്യാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ സഹോദരങ്ങളെ, മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിന്റെ വിചാരണ ചെയ്യപ്പെടുന്ന, പ്രതിഫലം നൽകപ്പെടുന്ന ആ ദിവസത്തിന്റെ ഉടമസ്ഥവനായവൻ, മാലിക്കായവൻ, അധികാരിയായവൻ. എല്ലാവിധ അധികാരവും അള്ളാഹുവിന് മാത്രമായിരിക്കും. അന്ന് അടിമകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നിനും, ഒരു സ്വതന്ത്രമായ ഒരു തീരുമാനത്തിനും അധികാരമില്ലാതെ നിൽക്കുന്നവരായിരിക്കും. അള്ളാഹു ആയിരിക്കും ആ ദിവസത്തിന്റെ പൂർണ്ണമായ അധികാരി. സ്വന്തമായിട്ട് നമുക്കൊന്നും തീരുമാനിക്കാൻ സാധിക്കാതെ, ഒന്നും ചെയ്യാൻ സാധിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടക്കുന്ന ആ ദിവസത്തിന്റെ മാലിക്കാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ, ഇനി പറയട്ടെ, എന്താണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന, കൽബിലുണ്ടാകേണ്ടത്? ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഖൗഫാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ 2 തവണയാണ് ഒരു അടിമ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുക. ഒന്ന് നിസ്കാരത്തിലാണ്, 2 നാളെ പരലോകത്തിലാണ്. ഈ നൃത്തം നന്നാക്കിയവൻ പരലോകത്തെ നൃത്തം എളുപ്പമായിരിക്കും. അപ്പൊ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലൊരു നൃത്തം ഞാൻ അള്ളാഹുവിന് മുമ്പിൽ നാളെ പരലോകത്തും നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള ബോധം ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു തആല പറഞ്ഞത് നോക്കൂ, വമാ അദ്റാക മാ യൗമുദ്ദീൻ. എന്താണ് യൗമുദ്ദീൻ കൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. എന്താണ് യൗമുദ്ദീൻ കൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? രണ്ടാമത് എടുത്തു പറയുകയാണ്, ഒന്നുകൂടി തറപ്പിച്ച് പറയാൻ വേണ്ടി പറയാം. എന്നിട്ട് പറയാണ്, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ. ഒരാളും മറ്റൊരാൾക്കും വേണ്ടി ഒന്നും അധികാരപ്പെടുത്താത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ദിവസം. വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്നേ ദിവസം എല്ലാവിധ അധികാരവും അള്ളാഹുവിന്റെ കയ്യിൽ മാത്രമായിരിക്കും. അള്ളാഹുവിന് മാത്രമായിരിക്കും അന്നേ ദിവസത്തെ അധികാരം. സഹോദരങ്ങളെ, ഈ 3 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞു. സൂറത്തുൽ ഫാത്തിഹയുടെ 3 ഭാഗം. ഒന്നാമത്തെ ഭാഗം സനാ ആണ്, രണ്ടാമത്തെ ഭാഗം അള്ളാഹുവിനോടുള്ള കരാറാണ്, മൂന്നാമത്തെ ഭാഗം അള്ളാഹുവിനോട് ദുആ. ഒന്നാമത് അള്ളാഹുവിനെ പുകഴ്ത്തലും വാഴ്ത്തലുമാണ്, രണ്ടാമത് അള്ളാഹുവിനോടുള്ള കരാറ് പറയലാണ്, മൂന്നാമത്തേത് അള്ളാഹുവിനോട് ദുആ ആണ്. ഈ 3 ആയത്തുകൾ, ഇപ്പോൾ പറഞ്ഞ ഈ 3 ആയത്തുകളിൽ അള്ളാഹുവിനോടുള്ള മഹത്വം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ ഈ 3 വികാരങ്ങൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രതീക്ഷ, അതുപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഭയം. ഈ 3 കാര്യങ്ങളാണ് ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ വാഴ്ത്തിയും സ്തുതിച്ചും പറഞ്ഞതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഒരടിമ അള്ളാഹുവിനോടുള്ള കരാർ ഏറ്റുപറയുകയാണ്. എന്താണ് അടിമയും അള്ളാഹുവും തമ്മിലുള്ള കരാർ? എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ എന്നോടും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ധാരാളമായി പഠിക്കണം, ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ചിന്തിക്കണം. നമ്മുടെ റബ്ബായ അള്ളാഹുവിനോട് നാം പൂർത്തീകരിക്കേണ്ട ഒരു കരാറാണത്. ഈ കരാറിനെ കുറിച്ച് നമുക്ക് എത്ര അറിവ് ലഭിക്കുന്നുവോ
അത്രത്തോളം നമ്മുടെ ജീവിതം സൗഭാഗ്യവും സന്തുഷ്ടവുമായിരിക്കും. നാം സൂചിപ്പിച്ചല്ലോ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ മദാരിജുസ് സാലിക്കീൻ എന്നുള്ള ഗ്രന്ഥം വളരെ മഹത്തായിട്ടുള്ള അറിവുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്. ഈ ആയത്തിന്റെ അകത്തുള്ള ഒരുപാട് രഹസ്യങ്ങളെ വിശദീകരിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ്. അത്രയധികം ഈ ആയത്തിനെ വിശദീകരിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ആലോചിച്ചാൽ മതി, അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തീകരിക്കുന്നവൻ അവനാണ് കരാർ പൂർത്തീകരിക്കുന്നവൻ. അവനാണ് നാളെ പരലോകത്ത് സംസാരിക്കാനുള്ള അവസരം അള്ളാഹു നൽകുക. ആ കരാർ പൂർത്തീകരിക്കാത്തവന് പരലോകത്ത് അള്ളാഹു ഒരു സ്ഥാനവും നൽകൂല. എന്താണ് ആ കരാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത്, ഒരുപാട് വിശദീകരിക്കണം. പക്ഷെ നമ്മുടെ ആവശ്യം ഇതിന്റെ ഓരോ ഭാഗങ്ങളും കടന്നു പോവുക എന്നുള്ളതാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഉഖ്ലിസു ലക ഇബാദതി, നമ്മൾ അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹ് നിനക്ക് ഞാൻ എന്റെ ഇബാദത്തുകളെല്ലാം നിഷ്കളങ്കമാക്കുന്നു. എന്റെ ഇബാദത്തുകളെല്ലാം നിനക്ക് ഞാൻ നിഷ്കളങ്കമാക്കുന്നു. നിന്നെ മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. അഥവാ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇബാദത്തായിട്ട്, ദുആ ആവട്ടെ, അതുപോലെ നിസ്കാരമാവട്ടെ, അറവാകട്ടെ, എന്ത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം അള്ളാഹ് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്നതാണ് ഇയ്യാക നഅ്ബുദു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇയ്യാക നസ്തഈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതോ, ഇയ്യാക നസ്തഈൻ എന്നുകൊണ്ട് ഉഖ്ലിസു ഇസ്തിആനതി ബിക, നിന്നെ കൊണ്ട് ഞാൻ സഹായം തേടുന്നു, നിന്നെ കൊണ്ട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. അതാണ് ഇയ്യാക നസ്തഈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് കാണാം, ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കി. ഒന്നാമത്തെ ഭാഗം ഇയ്യാക നഅ്ബുദു എന്നുള്ളത് മാ ഖബ്ലഹു ലില്ലാഹ് എന്നാണ് പറയുക. ആദ്യം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് ഇയ്യാക നഅ്ബുദു, മാ ഖബ്ലഹു ലില്ലാഹ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ മാ ബഅദഹു ലിൽ അബ്ദ്, അടിമക്ക് പിന്നീട് അള്ളാഹു ചെയ്യുന്ന കാര്യമാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ഇയ്യാക നഅ്ബുദു എന്നുള്ള കരാർ ആരാണോ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നത്, അത് പൂർത്തീകരിച്ചാൽ തീർച്ച അല്ലാഹു തആല അവൻ ഇങ്ങോട്ട് ചെയ്തിട്ടുള്ള കരാറാണ് ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കുന്നത് അത് അള്ളാഹു നടപ്പിലാക്കും. എത്രയോ ആയത്തുകളും ഹദീസുകളും ഇതിന് ദലീലായിട്ട് പണ്ഡിതന്മാർ കൊടുക്കും. ഒരു ഹദീസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ കാത്തുരക്ഷിക്കുന്നതാണ്. അള്ളാഹുവിനോട് ചെയ്യുന്ന കടമ എന്താണ്? അള്ളാഹു നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അള്ളാഹു ഇങ്ങോട്ട് ചെയ്യുന്ന എന്താണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. അതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ ഇയ്യാക നഅ്ബുദു, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യും. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടും. ഇനി ഒരാൾ ഇയ്യാക നഅ്ബുദു യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞാൽ അവന് ലഭിക്കുന്നത് ബറാഅതു മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നുള്ള മോചനമാണ് അവന് ലഭിക്കുന്നത്. ഷിർക്കിൽ നിന്ന് അവൻ ഒഴിവാകും, ഷിർക്കിന്റെ അംശങ്ങളിൽ നിന്ന് പൂർണ്ണമായി അവൻ ഒഴിവാകും. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ബറാഅതു മിനൽ ഹൗലി വൽ ഖുവ്വ, എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത്, ഞാൻ ഇത് ചെയ്തല്ലോ, ഞാനാണ് ഇത് ചെയ്തത് എന്നുള്ള ഉജ്ബിന്റെ ശാഖകളിൽ നിന്ന് അവൻ ഒഴിവാകും. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണോ അവനെ അള്ളാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് തിരിയുന്നതിൽ നിന്ന് അള്ളാഹു മാത്രമായി അത് മാറും. ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ എന്റെ കഴിവോ ശക്തിയോ കൊണ്ടല്ല, അള്ളാഹുവിനെ കൊണ്ടാണ് എന്നുള്ള ഉജ്ബ്, സ്വന്തത്തിൽ അത്ഭുതം കോരുന്നതും അതുപോലെ കിബർ ഉണ്ടാകുന്നതുമെല്ലാം ഒഴിവാകും. അതാണ് ഇതിന്റെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇയ്യാക നഅ്ബുദു അൽ ഖുലൂസു മിനശ്ശിർക്കി വരിയാ, ഷിർക്കിൽ നിന്നും റിയായിൽ നിന്നും ഒഴിവാകുന്നതാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഖുലൂസു മിനൽ ഉജ്ബി വൽ കിബ്രിയാ, സ്വന്തത്തിൽ അത്ഭുതം കൂറുന്നതിൽ നിന്നും കിബറിൽ നിന്നും ഒഴിവാകുന്നതാണ്. അതാണ് അതിന്റെ ഭാഗം. ഇനി ഈ ഭാഗത്തിൽ നമുക്ക് ഒന്നുകൂടി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇയ്യാക നഅ്ബുദു എന്നുള്ളത് തഹ്ഖീഖു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ തഹ്ഖീഖു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ സാക്ഷാത്കരിക്കലാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സാക്ഷാത്കരിക്കലാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ തഹ്ഖീഖു ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, തഹ്ഖീഖു ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്.
ഇയ്യാക നഅ്ബുദുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇയ്യാക നസ്തഈൻ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ഉറപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ തെളിയിച്ചു കൊടുത്തോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്താ ഇതിന്റെ അർത്ഥം? ഒരു ചലനശേഷിയില്ല, ഒരു കഴിവുമില്ല, ഒരു നന്മ കൊണ്ടുവരാനോ ഒരു തിന്മ തടയാനോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയില്ല. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കും. അതാണ് ഇത്. ഒന്നാമത്തേത് ഇബാദത്തും രണ്ടാമത്തെ തവക്കുലുമാണ്. അള്ളാഹുവിനോട് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യതയാണോ, നമ്മുടെ കർമ്മങ്ങൾ റിയാവും ശിർക്കുമില്ലാതെ തൗഹീദും ഇഖ്ലാസും നിറഞ്ഞതാണോ, തീർച്ച അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അതാണ് അള്ളാഹുവിനോടുള്ള അടിമയുടെ കരാർ. നാം പറഞ്ഞല്ലോ, മുൻകാല വേദഗ്രന്ഥങ്ങളുടെ ആശയം ഖുർആനിലും, ഖുർആനിന്റെ ആശയം ഫാത്തിഹയിലും, ഫാത്തിഹയുടെ ആശയം ഈ ആയത്തിലുമാണ് എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. അപ്പൊ അത്ര ഗൗരവത്തിൽ ഈ ആയത്തിനെ നമ്മൾ കാണണം. ഇതിനെ വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പഠിക്കാവുന്നതാണ്. അടുത്ത ആയത്ത് ഈ കരാറിന് ശേഷം പിന്നീടുള്ള ഭാഗം. ഒന്നാമത്തെ 3 ആയത്ത് നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെ പുകഴ്ത്തലും വാഴ്ത്തലുമാണ്. നടുവിലെ ഭാഗം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള കരാർ ഓർമ്മപ്പെടുത്തലാണ്. അവസാനത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന വിഷയം അള്ളാഹുവിനോടുള്ള ദുആ. ഇനിയുള്ളത് അള്ളാഹുവിനോടുള്ള ദുആ. ആ ദുആയിൽ ഒന്നാമതായി പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണം അള്ളാഹ്, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണം. എങ്ങോട്ട്? സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണം. അല്ലാഹു തആല മറ്റൊരായത്തിൽ സൂറത്തുൽ അൻആമിൽ പറഞ്ഞു وَأَنَّ هَذَا صِرَاطِي مُسْتَقِيمًا فَاتَّبِعُوهُ. ഇതാണ് എന്റെ നേരായ മാർഗം, അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. وَلَا تَتَّبِعُوا السُّبُلَ فَتَفَرَّقَ بِكُمْ عَنْ سَبِيلِهِ. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ എടുത്താൽ നിങ്ങൾ ചിന്ന ഭിന്നമായി പോകും. എന്താണ് സിറാത്തുൽ മുസ്തഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തൊട്ടടുത്ത ആയത്തുകൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാലും ചുരുങ്ങിയ രീതിയിൽ അൽ ഇൽം വൽ അമൽ, ഇൽമുണ്ടായിരിക്കണം, അതുപോലെ അതനുസരിച്ച് അമലും ചെയ്യണം. അതാണ് സിറാത്തുൽ മുസ്തഖീം. യഥാർത്ഥ ഇൽമ് അള്ളാഹു എന്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി, അത് ഇൽമ്. അമല് അതെങ്ങനെ കർമ്മത്തിൽ കൊണ്ടുവരണം, അത് ചെയ്യുന്നുവോ, അത് അമലിൽ കൊണ്ടുവന്നോ, അതാണ് ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇൽമും അതനുസരിച്ച് അമലും ചെയ്യുമ്പോഴാണ് ഒരാൾ സിറാത്തുൽ മുസ്തഖീമിൽ ആകുന്നത്. അതാണ് അല്ലാഹു തആല തൃപ്തിപ്പെട്ട യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത്. ഇനി ദുആ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകണമെന്നുള്ള ദുആ. ഈ ദുആ മാത്രമാണ് അള്ളാഹു നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യം. നിർബന്ധമായിട്ടും നിങ്ങൾ തേടിയിരിക്കണം, നിങ്ങൾക്ക് തേടാതിരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ അള്ളാഹു നിർബന്ധമാക്കിയ ദുആ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്. കാരണം അത്ര ആവശ്യക്കാരാണ് നമ്മൾ ഹിദായത്തിന്, നേരായ മാർഗത്തിന്, ഹിദായത്തിന്. കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ നമുക്ക് നന്മ ചെയ്യാൻ സാധിച്ചത്, വരും കാലത്ത് അതിനും സാധിക്കണമേ എന്നുള്ള തേട്ടം. കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ തിന്മകളിൽ നിന്ന് ഒഴിവായത്, വരും കാലത്തും അതുപോലെ തിന്മകളിൽ നിന്ന് ഒഴിവാക്കണമേ എന്നുള്ള തേട്ടം. അതാണ് ഇതിന് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹു തആല നിസ്കാരത്തിൽ നിർബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ പാരായണം ചെയ്യണം. ഫാത്തിഹയിൽ ഈ ആയത്തില്ലാതെ പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ട് ഈ തേട്ടം നമ്മുടെ മേൽ നിർബന്ധമാണ്, അത്ര നമ്മൾ ആവശ്യക്കാരുമാണ്. ഇനി എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് തൊട്ടടുത്ത വചനങ്ങളിൽ. എന്താണ്? ഒന്നാമതായി പറഞ്ഞു സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഒന്നാമതായി പറഞ്ഞു നീ നിഅമത്തുകൾ ചൊരിഞ്ഞ ആളുകളുടെ ആ പാത. അള്ളാഹുവിനോട് പറയുകയാണ്, നീ നിഅമത്തുകൾ നൽകിയിട്ടുള്ള, നീ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുള്ളവരുടെ പാത, ആ പാതയിലാണ് നീ ഞങ്ങളെ നയിക്കേണ്ടത്. എന്താണ് അള്ളാഹു ചൊരിഞ്ഞ നിഅമത്തുകൾ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നിഅമത്തുകൾ 2 തരത്തിലാണ്. ഒന്ന് ബാഹിറായ നിഅമത്തുകൾ ഉണ്ടാവും, 2 ബാത്തിനായ നിഅമത്തുകൾ ഉണ്ടാവും. ബാഹ്യമായിട്ടുള്ള നിഅമത്തുകളുണ്ട്, ആന്തരികമായിട്ടുള്ള നിഅമത്തുകളുണ്ട്. ബാഹ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന സമ്പത്ത്, അവന്റെ വീട്, അവന്റെ ഇണകൾ, അവന്റെ ബാക്കിയുള്ള അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള നിഅമത്തുകൾ. ബാത്തിനായിട്ടുള്ള നിഅമത്തുകൾ എന്ന് പറഞ്ഞാലോ അവന്റെ ഈമാൻ, അവന്റെ അമല് ചെയ്യാനുള്ള തൗഫീഖ്, അതുപോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളാണ് ബാത്തിനായിട്ടുള്ള നിഅമത്തുകൾ. ഇവിടെ ഉദ്ദേശിച്ച നിഅമത്തുകൾ എന്താണ്? അള്ളാഹു നീ ഒരുപാട് സമ്പത്ത് നൽകിയവരുടെ മാർഗത്തിൽ എന്നാണോ? നീ ഒരുപാട് അതുപോലെ തന്നെ നല്ല കൊട്ടാരങ്ങളും അടിമാലികളും നൽകിയവരുടെ മാർഗത്തിൽ എന്താണോ? അല്ല.
അള്ളാഹു അല്ലാതെ ദീനിന്റെ നിഅമത്ത് നൽകിയിട്ടുള്ള, ഈമാനിന്റെയും അമലിന്റെയും നിഅമത്ത് നൽകിയിട്ടുള്ളവർ ആരാണ് അവർ? ഒന്നാമത്തേത് നബിയീൻ, മിനൻ നബിയീൻ. അള്ളാഹു തആല വിശദീകരിച്ചു തരുന്നുണ്ട് മറ്റേ ആയത്തുകളിൽ. മിനൻ നബിയീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. നബിമാരുടെ കൂട്ടത്തിൽ, സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ. ഒരു മനുഷ്യന് ദുനിയാവിൽ അവന്റെ ദറജകളുടെ രീതിയാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് മിഫ്താഹ് ദാരി സആദ എന്നുള്ള കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അതായത് മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാണ്? മുർസലീങ്ങളാണ്, റസൂലുകളാണ്. അഥവാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് റസൂലുകളാണ്. റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകളാണ്. ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠവരായവരാണ് രണ്ട് ഖലീലുകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠ ആരാണ്? ഹബീബും ഖലീലുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പിന്നീട് ശ്രേഷ്ഠതയുള്ള നബിമാരിക്കാണ്, ബാക്കിയുള്ള റസൂലുകളല്ലാത്ത നബിമാരിക്കാണ്. പിന്നീടുള്ള അടുത്ത ഘട്ടം സിദ്ദീഖീങ്ങൾക്കാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് വിശദീകരിക്കും പറയുന്നത് കാണാം. ഒരാൾക്ക് സ്വന്തം പ്രയത്നം കൊണ്ട് എന്താവാൻ പറ്റൂല? നബിയോ റസൂലോ ആകാൻ പറ്റില്ല. അത് അള്ളാഹു തിരഞ്ഞെടുക്കണം. പക്ഷെ ഒരാൾക്ക് തന്റെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കാവുന്ന, ഇൽമ കൊണ്ടും അമല് കൊണ്ടും നേടിയെടുക്കാവുന്ന ഒന്നാമത്തെ ദറജ, ഏറ്റവും ഉന്നതമായ ദറജയാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. സിദ്ദീഖ് എന്ന് പറയുന്നത് സത്യസന്ധൻ, അങ്ങേയറ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിന്റെ അറിയിപ്പുകളെയും എല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് സിദ്ഖുള്ളവനാവുക എന്നുള്ളത്. അതിന് തൊട്ട് താഴെയുള്ള ദർജമാണ് ശുഹദാക്കൾ എന്ന് പറയുന്നത്, ഷഹീദാവുക എന്നുള്ളത്. അത് തന്റെ നിയ്യത്ത് കൊണ്ട് ഒരാൾക്ക് ഷഹീദാവാം. തന്റെ അമാലുകളിൽ അതിയായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവണം എന്നുള്ള നിയ്യത്ത് കൊണ്ട് ഒരാൾക്ക് ഷഹീദാവാം, അഥവാ സ്ഥാനത്തേക്ക് എത്താം. മൂന്നാമത്തേത് അസ്വാലിഹീൻ, സ്വാലിഹീങ്ങളായി അള്ളാഹു തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത കർമ്മങ്ങളെയും അതുപോലുള്ള കാര്യം ഒഴിവാക്കി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒരു മനുഷ്യൻ എത്തിപ്പിടിക്കാവുന്ന ദറജകളാണ്. അതുകൊണ്ട് നാം ഏറ്റവും പരിശ്രമിക്കേണ്ടതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചതാണ് അൻഅംത അലൈഹിം, നിഅമത്ത് ചൊരിഞ്ഞവർ. അവരാണ് ഈ സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളുമായിട്ടുള്ള അവർ പോയ ഇൽമും അമലും നിറഞ്ഞ പാത. ഇനി ഇതിൽ നിന്ന് കുറച്ചാളുകളെ ഇസ്തിസ്നാ ചെയ്യുകയാണ്, ഒഴിവാക്കി പറയുകയാണ്. അഥവാ ഈ സിറാത്തൽ മുസ്തഖീമിൽ ആക്കണം എന്ന് പറഞ്ഞപ്പോ ആരെ പോലെ ആവരുത് എന്ന് പറയാണ്. അവൾ പറഞ്ഞു സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇൽമും അമലും വേണം. ചില ആളുകൾ ഉണ്ടാവും ഇൽമു മാത്രമേ ഉണ്ടാവുള്ളൂ, അവരെന്ത് ചെയ്യില്ല, അമലുണ്ടാവില്ല. ചില ആളുകൾ അമലുണ്ടാവും, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ടാവും, കുറെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ യാതൊരു അറിവിന്റെ അടിസ്ഥാനത്തിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ദീനിന്റെ ഇൽമിന്റെ ഒരു പ്രമാണത്തിന്റെ പിൻബലവും ഇല്ലാതെ കുറെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ ഉണ്ടാവും. ഈ രണ്ട് കൂട്ടരിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് അടുത്ത ആയത്തുകൾ പറയുന്നത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ച, നിന്റെ കോപത്തിന് അർഹനായിട്ടുള്ള ആളുകളിലല്ല. ആരാണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ യഹൂദ്, ജൂതന്മാരാണ്. അവരിലേക്ക് തുടരെ റസൂലുകളെ അയച്ചിട്ടുണ്ട്, നബിമാരെ അയച്ചിട്ടുണ്ട്, അവർക്ക് അമ്പിയാക്കൾ വന്നിട്ടുണ്ട്, അവർക്ക് നല്ല ഇൽമുണ്ട്. പക്ഷെ ആ അമ്പിയാക്കളുടെ പാത അനുസരിക്കാനോ അവരെ ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാനോ യഹൂദന്മാർ തയ്യാറായില്ല. ഇൽമുണ്ടായിട്ട് അമൽ ഒഴിവാക്കിയവർ. അടുത്തത് പറഞ്ഞു വലദ്ദാലീൻ, പിഴച്ചുപോയ, വഴിതെറ്റിപ്പോയ ആളുകൾ. അവരാരാണ്? നസ്വാറാക്കളാണ്. അവരൊരുപാട് കർമ്മങ്ങൾ ചെയ്തു, അവർ നന്മയെന്നോണം ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇൽമില്ല, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പ്രമാണത്തെ അവർ കൈവിട്ടുപോയി. അവർ കർമ്മങ്ങളിൽ ഒരുപാട് കൂടി എന്നല്ലാതെ അവർ ഇൽമിന്റെ അടിസ്ഥാനത്തിലായില്ല. ഇങ്ങനെയുള്ള ഏത് രണ്ട് വിഭാഗവും, ഈ രണ്ട് ഗുണങ്ങൾ വരുന്ന, ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്ന ഏത് വിഭാഗത്തിലും നമ്മെ ഉൾപ്പെടുത്തരുത്. ഇൽമും അമലുമുള്ള പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഇൽമ നേടുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുന്നവർ, അതാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അതാണ് സഹാബികളുടെ പാത എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയുടെ വളരെ ചെറിയ രീതിയിലുള്ള വിശദീകരണം എന്ന് പറയുന്നത്. നാം നിസ്കാരത്തിൽ
പാരായണം ചെയ്യുമ്പോൾ ഒന്നാമത്തെ പുകഴ്ത്തൽ നമുക്ക് ഓർമ്മ വരണം. നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു അള്ളാഹു മറുപടി പറയുമെന്ന്. രണ്ടാമത്തെ കലാം നമുക്ക് ഓർമ്മ വരണം, അത് പൂർത്തീകരിക്കാൻ പരിശ്രമിക്കണം. മൂന്നാമത്തെ ദുആ നമുക്ക് ഓർമ്മ വരണം, അള്ളാഹുവിനോട് നല്ല ഇഖ്ലാസോടുകൂടി തേടാൻ നമുക്ക് സാധിക്കണം. നമ്മളിത് പാരായണം ചെയ്യുമ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിന് മറുപടി പറയുന്നുണ്ട് എന്നുള്ള ബോധത്തിലായിരിക്കണം നാം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടത്. ഇത് കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും വേണം. കാരണം ഒരുപാട് ചിന്തിക്കാനും ദീനിന്റെ അടിസ്ഥാനങ്ങളും ഈമാനിന്റെ അടിസ്ഥാനങ്ങളും അതുപോലെ തന്നെ ശരീഅത്തിന്റെയും മറ്റു പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതുകൊണ്ടാണ് ഇതിനെ ഉമ്മുൽ ഖുർആൻ, വളരെയധികം പ്രാധാന്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഉമ്മുൽ ഖുർആൻ എന്ന് ഈ സൂറത്തിനെ പറയുന്നത്. അപ്പൊ ഗൗരവത്തിൽ ഈ സൂറത്തിന്റെ ആശയങ്ങളെ നമ്മുടെ പാരായണങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ നമ്മുടെ കൽബിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമ്മുടെ നിസ്കാരത്തെ വളരെയധികം ശ്രദ്ധയുള്ളതാക്കി മാറ്റുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന്റെ അർത്ഥം ഞാൻ നോക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ വിശദീകരണം നമ്മുടെ ഉള്ളിൽ ഓർമ്മയിലും ഉണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അതിന്റെ ബാക്കിയായിട്ട് വരുന്നത് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അവസാനത്തെ ചെറിയ ചില സൂറത്തുകൾ, അതിന്റെ തഫ്സീറുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. സൂറത്തുൽ സൽസല മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള സൂറത്തുകളുടെ. കാരണം നമസ്കാരത്തില് ഒരു സാധാരണക്കാരനായ നമുക്ക് ആമയായിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന സൂറത്തുകൾ അവയായിരിക്കും. അതിന്റെ വിശദീകരണം ചെറിയ രീതിയിൽ നമുക്ക് അടുത്ത ദർസുകളായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.